ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടനുമായി ബന്ധപ്പെട്ട തേർഡ് ലോ ആണ് പഠിച്ചത്. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം, അതുപോലെ തന്നെ ആക്കം, ആവേഗം, അതായത് ഇമ്പൽസ്, മൊമെൻറ്റം, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ, അതായത് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമവും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ അവസാന ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായി ചർച്ച ചെയ്യുന്നത് ആക്ക സംരക്ഷണ നിയമമാണ്, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ആക്ക സംരക്ഷണ നിയമത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ 5 കുട്ടികളാണ് ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 5 കുട്ടികൾ ഇരുന്നാൽ ആ ബെഞ്ചിൽ എന്ത് ചെയ്യും? നിറയും. 6ാമത്തെ കുട്ടിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയെ ഉണ്ടാവും ആ ബെഞ്ചിൽ. അപ്പോൾ 6ാമത്തെ ഒരു ഭാഗത്ത് വന്ന് ഇരുന്നാൽ എന്താ സംഭവിക്കുക? ഇപ്പുറത്തുനിന്ന് മറ്റേ അറ്റത്തുനിന്ന് ഒരു കുട്ടി എന്ത് ചെയ്യും? വീഴും. അപ്പോൾ ഇനി 2 കുട്ടികളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? 2 കുട്ടികൾ എന്ത് ചെയ്യും? അപ്പുറത്ത് നിന്ന് താഴെ വീഴും. അപ്പോൾ ഒരു കുട്ടി വന്നപ്പോൾ ഒരു കുട്ടി വീണു. അപ്പോൾ 5 കുട്ടികൾ ബെഞ്ചിലുണ്ട്. അതുപോലെ തന്നെ 2 കുട്ടികൾ വന്നപ്പോൾ 2 കുട്ടികൾ വീണു. അപ്പോഴും ബെഞ്ചിൽ എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളുണ്ട്. ഇനി 3 കുട്ടികൾ ഒന്നായിട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പുറത്തുനിന്ന് 3 കുട്ടികൾ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. അപ്പോഴും ഇവിടെ ഈ ബെഞ്ചിൽ എത്ര കുട്ടികളുണ്ടാവും? 5 കുട്ടികളുണ്ടാവും. ഇനി 4 കുട്ടികൾ വന്നാലോ? 4 കുട്ടികൾ ബെഞ്ചിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പോൾ വീണ്ടും അവിടെ 5 കുട്ടികൾ തന്നെ. ഇനി 5 കുട്ടികൾ ഒന്നായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ 5 കുട്ടികൾ ഒന്നായിട്ടാണ് പോകും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബെഞ്ചിൽ ഒരു കുട്ടി വരുന്നതിന് മുമ്പ് 5 കുട്ടികൾ തന്നെ, ഒരു കുട്ടി വന്നതിന് ശേഷവും 5 കുട്ടികൾ തന്നെ, അല്ലെങ്കിൽ 2 കുട്ടി വരുന്നതിന് മുമ്പും 5 കുട്ടികൾ തന്നെ, വന്നതിന് ശേഷവും 5 കുട്ടികൾ തന്നെ. അപ്പോൾ ഒരു വസ്തുവിൽ ബാഹ്യബലം അനുഭവപ്പെടുന്നില്ല എങ്കിൽ ആ വസ്തുവിലെ ആകെ ആക്കം എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. ഇനി ഇത് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിച്ചു നോക്കൂ. 5 ഗോളങ്ങളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അതിലൊരു ഗോളത്തെ വലിച്ച് തട്ടുമ്പോൾ മറ്റേ അറ്റത്തുനിന്ന് ഒരു ഗോളമാണ് നീങ്ങുന്നത്. എന്നാൽ 2 ഗോളത്തെ വലിച്ച് തട്ടുമ്പോൾ എത്ര ഗോളമാണ് നീങ്ങുന്നത്? 2 ഗോളം. ഇനി 3 ഗോളത്തെ തട്ടുമ്പോൾ 3 ഗോളം നീങ്ങും. അപ്പോൾ അവിടെ തൂങ്ങി നിൽക്കുന്ന ഗോളത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ എണ്ണം എപ്പോഴും സ്ഥിരമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷണം മനസ്സിലായല്ലോ. പാഠപുസ്തകത്തിലെ ആശയം ഒന്ന് നോക്കൂ. ഇവിടെ 1ാമത്തെ ഗോലിയെ അല്പം പിറകോട്ട് മാറ്റി മുന്നോട്ട് ഉരുട്ടി വിടുമ്പോൾ മറ്റേ അറ്റത്തിരിക്കുന്ന ഒരു ഗോലി തെറിച്ചു പോകുന്നത് കാണുന്നില്ലേ? ഇനി 2 ഗോലികൾ ചേർത്ത് വരിച്ച് ഉരുട്ടി വിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? മറ്റേ അറ്റത്തിരിക്കുന്ന 2 ഗോലികൾ തെറിച്ചു പോകുന്നതായി കാണാം. അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ ആശയം എന്താണ്? ഇടിക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കവും ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കവും തുല്യമാണെന്ന് കാണാം. ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു ഇടിക്കുമ്പോൾ വസ്തുക്കളുടെ ആകെ ആക്കം മാറ്റമില്ലാതെ തുടരും. The momentum of the colliding spheres is equal to the momentum of sphere moving away. When an object collides with another, the total momentum of the object will remains constant. അപ്പോൾ ഒരു വസ്തുവിനെ ഇടിക്കുന്നതിന് മുമ്പും ഇടിക്കുന്നതിന് ശേഷവും അവിടെ ആകെ ആക്കം തുല്യമാണ് എന്നതാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പ്രയോജനപ്പെടുത്തി ഇത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. Let us verify it by applying the Newton's third law of motion. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ആശയം നമുക്ക് ശരിയാണോ എന്ന് ചർച്ച ചെയ്യാം. ഇവിടെ സമാന വലുപ്പമുള്ളതും M1 M2 എന്നിങ്ങനെ വ്യത്യസ്ത മാസുള്ളതുമായ A, B എന്നീ 2 വസ്തുക്കൾ U1 U2 പ്രവേഗത്തോടെ ഒരേ ദിശയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നുവെന്ന് കരുതുക. എയുടെ പ്രവേഗം കൂടുതലെങ്കിൽ ബി എന്ന വസ്തുവിൽ ഇടിക്കും.
ഇടിച്ചതിനു ശേഷം ഇവയുടെ പ്രവേഗം യഥാക്രമം v1 v2 എന്നിങ്ങനെ മാറ്റപ്പെടുന്നുവെങ്കിൽ വ്യൂഹത്തിൻ്റെ ആകെ ആക്കം കണ്ടെത്തുക. കൺസിഡർ two bodies A and B of identical size but having different masses m1 and m2, moving with velocities u1 and u2 in the same direction in a straight line. If A moves with greater velocity, it will bump onto B. After collision, if their velocities are changed to v1 and v2 respectively, let us find out the total momentum of the system. ഇവിടെ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമനുസരിച്ച് F12 = -F21 എന്നതാണ്. അപ്പോൾ ഇടിക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കം എന്തായിരിക്കും? വാട്ട് ഈസ് ദി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2. എന്നാൽ ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കം എന്തായിരിക്കും? വാട്ട് ഈസ് ദി ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. അപ്പോൾ ഇടിക്കുമ്പോൾ രണ്ട് വസ്തുക്കളിലും പ്രയോഗിക്കപ്പെടുന്ന ബലം രണ്ടാം നിയമം അനുസരിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? The forces acting on the two objects at the time of collision can be found out by the second law of motion. ഇവിടെ എയുടെ ആദ്യമാക്കം എത്രയാണ്? വാട്ട് ഈസ് ദി ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് എ? m1 u1 എന്നതാണ്. എന്നാൽ എയുടെ അന്ത്യമാക്കം എത്രയാണ്? വാട്ട് ഈസ് ദി ഫൈനൽ മൊമെൻറ്റം ഓഫ് എ? m1 v1. അപ്പോൾ എയുടെ ആക്കവ്യത്യാസം എത്രയാണ്? വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ ദി മൊമെൻറ്റം ഓഫ് എ? m1 v1 മൈനസ് m1 u1. അപ്പോൾ എയുടെ ആക്കവ്യത്യാസ നിരക്ക് എങ്ങനെയായിരിക്കും? വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ? m1 v1 മൈനസ് m1 u1 ബൈ ടി. ഇനി നോക്കൂ, എങ്കിൽ ഇവ ബിക്ക് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഇക്വേഷൻസ് ഫോർ ദി എബോവ് ഇൻ ദി കേസ് ഓഫ് ബി. അപ്പോൾ ബിയുടെ ആദ്യമാക്കം എത്രയാണ്? വാട്ട് ഈസ് ദി ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ബി? m2 u2. അപ്പോൾ ബിയുടെ അന്ത്യ ആക്കമോ? വാട്ട് ഈസ് ദി ഫൈനൽ മൊമെൻറ്റം ഓഫ് ബി? m2 v2. അപ്പോൾ ബിയുടെ ആക്കവ്യത്യാസം, ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ബി m2 v2 മൈനസ് m2 u2. അപ്പോൾ ബിയുടെ ആക്കവ്യത്യാസ നിരക്ക് എന്തായിരിക്കും? വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബി? m2 v2 മൈനസ് m2 u2 ബൈ ടി. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. രണ്ടാം ചലന നിയമം അനുസരിച്ച് ആക്കവ്യത്യാസ നിരക്ക് ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ എയിൽ ബി പ്രയോഗിച്ച ബലം FAB, ബിയിൽ എ പ്രയോഗിച്ച ബലം FBA എന്നിങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം? അക്കോർഡിംഗ് ടു ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ്. Then how will you find out the force exerted by B on A, FAB, and the force exerted by A on B, that is FBA? അപ്പോൾ FAB എന്ന് പറയുന്നത് FAB = m1 v1 മൈനസ് m1 u1 ബൈ ടി എന്നായിരിക്കും. അപ്പോൾ FBA എന്ന് പറയുന്നത് m2 v2 മൈനസ് m2 u2 ബൈ ടി എന്നായിരിക്കും. ഇനി മൂന്നാം ചലന നിയമം അനുസരിച്ച് ഇവിടെ എന്തായിരിക്കും? FAB = -FBA. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ FABയും FBയും ഇവിടെ കൊടുത്താൽ എന്താ ലഭിക്കുക? m1 v1 മൈനസ് m1 u1 ബൈ ടി മൈനസ് m2 v2 മൈനസ് m2 u2 ബൈ ടി.
ഇനി ഇവിടെ ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? m1v1 മൈനസ് m1u1 ഇസിക്കൽ ടു മൈനസ് m2v2 മൈനസ് m2u2. ഇനി ഇവിടെ നോക്കൂ, m1v1 മൈനസ് m1u1 എന്നല്ലേ ഈസിക്കൽ ടു, ഇനി ആ ബ്രാക്കറ്റിൻ്റെ മൈനസ് നമുക്ക് പുറത്തേക്ക് എടുത്താൽ മൈനസ് m2v2 മൈനസ് ഇൻറ്റു മൈനസ് എന്തായിരിക്കും? പ്ലസ് m2u2. ഇനി നോക്കൂ, ഇവിടെ നമുക്കൊരു ചേഞ്ച് ചെയ്യാം. m1v1 പ്ലസ് അപ്പുറത്തെ മൈനസ് m2v2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് m2v2 ഇസിക്കൽ ടു m1u1 പ്ലസ് m2u2. നമുക്ക് എന്ത് കിട്ടി? m1v1 പ്ലസ് m2v2 ഇസിക്കൽ ടു m1u1 പ്ലസ് m2u2. അപ്പോൾ m1v1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു m1v1 പ്ലസ് m2v2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കം. അപ്പോൾ m1u1 പ്ലസ് m2u2 എന്ന് പറഞ്ഞാലോ ഇടിക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കം. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലായത്? അതായത് ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കവും ഇടിക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കവും തുല്യമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഗോലി രണ്ടാമത്തേതിനു കൊടുക്കുന്ന ബലവും രണ്ടാമത്തേത് ഒന്നാമത്തേതിന് തിരിച്ചു കൊടുക്കുന്ന ബലവും ഈ വ്യൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആന്തരികമാണ്. Thus we see that the total momentum after collision is equal to the total momentum before collision. It is to be remembered that the force exerted by A on B and that on A by B are internal forces as far as the system is concerned. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. In the absence of an external force, the total momentum of a system is a constant. This is the law of conservation of momentum. അപ്പോൾ ഇത് തെളിയിക്കാനുള്ള ഈ പരീക്ഷണം മനസ്സിലായല്ലോ. അപ്പോൾ ആക്ക സംരക്ഷണം എന്ന് പറയുന്ന ആശയം ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആക്ക സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് നോക്കൂ. ഈ ഒരു ചോദ്യം നോക്കൂ. m മാസുള്ള ഒരു തോക്കിൽ നിന്ന് v പ്രവേഗമുള്ള ഒരു വെടിയുണ്ട പുറത്തേക്ക് പായുന്നു. വെടിയുണ്ടയുടെ മാസ് m ആണെങ്കിൽ തോക്ക് പിറകോട്ട് തെറിക്കുന്ന പ്രവേഗം എത്രയായിരിക്കും? A bullet is fired with a velocity v from a gun of mass m. What will be the recoil velocity of the gun if the mass of the bullet is m? നമ്മൾ കണ്ടിട്ടുണ്ട് വെടിവെക്കുമ്പോൾ തോക്ക് പിറകോട്ട് പോകുന്നത്. ഇവിടെ ആ പിറകോട്ടുള്ള വെലോസിറ്റിയാണ് ചോദിക്കുന്നത്. അതായത് റീകോയിൽ വെലോസിറ്റി കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണെന്ന്. ആക്ക സംരക്ഷണ നിയമം അനുസരിച്ച് ബലം പ്രയോഗിക്കപ്പെടാത്തതിനാൽ വെടിയുണ്ട ഉതിർക്കുന്നതിന് മുമ്പുള്ള വെടിയുണ്ട ഉൾപ്പെടെയുള്ള തോക്കിൻ്റെ ആകെ ആക്കവും അതിന് ശേഷമുള്ള ആകെ ആക്കവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദി ഗൺ ആൻഡ് ദി ബുള്ളറ്റ് ബിഫോർ ഫയറിംഗ് and their total momentum after firing will be equal. വെടിയുണ്ട ഉതിർക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കം അതായത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഇസിക്കൽ ടു 0 പ്ലസ് 0 ഇസിക്കൽ ടു 0. അവിടെ എന്താണ്? ആകെ ആക്കം ടോട്ടൽ മൊമെൻറ്റം ഫയർ ചെയ്യുന്നതിന് മുമ്പ് 0 ആയിരിക്കും. എന്നാൽ വെടിയുണ്ട ഉതിർത്തതിന് ശേഷമുള്ള ആകെ ആക്കം എന്തായിരിക്കും? What is the total momentum after firing? Is equal to capital M capital V plus small m small v. ഈ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ തോക്കിൻ്റെ മാസാണ്. ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് തോക്കിൻ്റെ റീകോയിൽ വെലോസിറ്റിയാണ്, പിറകോട്ട് വലിക്കുന്ന പ്രവേഗമാണ്. എം എന്ന് പറയുന്നത് വെടിയുണ്ടയുടെ മാസാണ്. വി എന്ന് പറയുന്നത് വെടിയുണ്ടയുടെ പ്രവേഗം വെലോസിറ്റി ആണ്. ഇനി ഇവിടെ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം
ആക്ക സംരക്ഷണ നിയമം ആരോപിക്കുമ്പോൾ എന്താണ് ഇവിടെ 0 = mv + mv. ഇനി നോക്കൂ, ആ എം വിയെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പുറത്തുള്ള എം വിക്ക് എന്ത് ചിഹ്നമാണ് വരിക? മൈനസ്. അപ്പോൾ അതിൽ നിന്ന് വി കാണാനുള്ള, അതായത് തോക്കിൻ്റെ പിറകോട്ട് തെറിക്കുന്ന പ്രവേഗം, തോക്കിൻ്റെ റീകോയിൽ വെലോസിറ്റി കാണാനുള്ള സൂത്രവാക്യം v = -mv/m. ഇതിൽ v എന്ന് പറയുന്നത് റീകോയിൽ വെലോസിറ്റി, തോക്ക് പിറകോട്ട് തെറിക്കുമ്പോഴുള്ള പ്രവേഗം. എം വെടിയുണ്ടയുടെ മാസ്, വി വെടിയുണ്ടയുടെ വെലോസിറ്റി, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് തോക്കിൻ്റെ മാസ്. ഇവിടെ നെഗറ്റീവ് ചിഹ്നമാണ് ലഭിച്ചത്. എന്താണ് കാരണം? ബുള്ളറ്റ് പോകുന്ന ദിശയ്ക്ക് എതിരെ തോക്ക് ചലിക്കുന്നു എന്ന് കാണിക്കുന്നു. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദി ഗൺ മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബുള്ളറ്റ്. ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ തിരശ്ചീനമായ ഒരു പ്രതലത്തിലൂടെ 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ ഓടുന്ന 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി നിശ്ചലമായ 3 കിലോഗ്രാം മാസുള്ള ഒരു വണ്ടിയിലേക്ക് ചാടി കയറുന്നു എന്ന് കരുതുക. തിരശ്ചീന ദിശയിൽ മറ്റു ബലങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ വണ്ടിയുടെ ചക്രങ്ങളിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം 0 പരിഗണിക്കുക. വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള പ്രവേഗം കണക്കാക്കുക. സപ്പോസ് എ ചൈൽഡ് ഓഫ് മാസ് 40 kilogram running on a horizontal surface with a velocity of 5 meter/second jumps on a stationary skating board of mass 3 kilogram while running as shown in the figure. If there is no other force acting horizontally, assuming the frictional force on the wheels to be 0, calculate the velocity of the combined system of child and the skating board. ഇവിടെ വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള പ്രവേഗമാണ് കാണേണ്ടത്, അതായത് വെലോസിറ്റിയാണ് കാണേണ്ടത്. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള പ്രവേഗം u ആണെന്നിരിക്കട്ടെ. കുട്ടി വണ്ടിയിലേക്ക് ചാടുന്നതിന് മുമ്പുള്ള കുട്ടിയുടെയും വണ്ടിയുടെയും ആകെ ആക്കം. സപ്പോസ് ദി വെലോസിറ്റി ഓഫ് ദി ബോർഡ് വൈൽ മൂവിങ് ഈസ് u. ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദി ചൈൽഡ് ആൻഡ് ദി സ്കേറ്റിംഗ് ബോർഡ് ബിഫോർ ജമ്പിങ് വിൽ ബി. കുട്ടി വണ്ടിയിലേക്ക് ചാടുന്നതിന് മുമ്പുള്ള കുട്ടിയുടെയും വണ്ടിയുടെയും ആകെ ആക്കം, അതായത് ടോട്ടൽ മൊമെൻറ്റം, = കുട്ടിയുടെ മാസ് 40 × കുട്ടിയുടെ വെലോസിറ്റി 5 പ്ലസ് വണ്ടിയുടെ മാസ് 3 × വണ്ടിയുടെ വെലോസിറ്റി 0. അപ്പോൾ 40 × 5 200 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ അതിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം കാണുന്നത് മനസ്സിലായല്ലോ. ഇനി വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള ആകെയാക്കം, ദ ടോട്ടൽ മൊമെൻറ്റം വെൻ ദി സിസ്റ്റം സ്റ്റാർട്ട്സ് മൂവിങ്. അപ്പോൾ കുട്ടിയുടെ മാസ് പ്ലസ് വണ്ടിയുടെ മാസ് ഇൻറ്റു u. അപ്പോൾ എത്രയാണ് നമുക്ക് ലഭിക്കുക? 43u എന്ന് ലഭിക്കും. ഇവിടെ ആക്ക സംരക്ഷണ നിയമം അനുസരിച്ച് ആകെ ആക്കം തുല്യമായിരിക്കുമല്ലോ. അക്കോർഡിംഗ് ടു ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ലഭിക്കുക? 43u = 200 എന്ന് ലഭിക്കും. 43u = 200 എന്ന് ലഭിക്കും. ഇതിൽ നിന്ന് u എങ്ങനെ കാണാം? u = 200 ഡിവൈഡഡ് ബൈ 43, 200 ഡിവൈഡ് ബൈ 43. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എത്രയാണ് ലഭിക്കുക? u = 4.65 മീറ്റർ/സെക്കൻഡ് എന്ന് ലഭിക്കും. 4.65 മീറ്റർ/സെക്കൻഡ് എന്ന് ലഭിക്കും. അതായത് കുട്ടിയും വണ്ടിയും കൂടി 4.65 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ ആദ്യം സഞ്ചരിച്ചിരുന്ന അതേ ദിശയിൽ തന്നെ സഞ്ചരിക്കും. ദാറ്റ് മീൻസ് ദി ബോയ് ആൻഡ് ദി സ്കേറ്റിംഗ് ബോർഡ് ടുഗദർ വിൽ നൗ move in the same direction the boy was running before getting onto it with a velocity of 4.65 meter/second. ഇവിടെ പ്രവേഗം കിട്ടിയത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ ധാരാളം നിങ്ങൾ ചെയ്യണം, എന്നാലേ ഈ ആശയം നല്ലതുപോലെ മനസ്സിലാവുകയുള്ളൂ.
അപ്പോൾ ആക്ക സംരക്ഷണ നിയമം, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് എന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സർക്കുലർ മോഷനാണ്, വർത്തുള ചലനം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഫാൻ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ടയർ കറങ്ങുന്നത്, പമ്പരം കറങ്ങുന്നത്, എർത്തിൻ്റെ റൊട്ടേഷൻ, ഭൂമിയുടെ കറക്കം, ഭൂമിൻ്റെ റവല്യൂഷൻ, പരിക്രമണം, ഭൂമിയുടെ പരിക്രമണം, അതുപോലെ ഒരു യന്ത്രൂഞ്ഞാൽ അങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. യന്ത്ര ഊഞ്ഞാല, ഈ കുടയൊക്കെ നമ്മൾ പിടിച്ചിട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ കുടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കും. അപ്പോൾ ആ കുട ഇങ്ങനെ തിരിയും, ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സർക്കുലർ മോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലർ മോഷൻ, അതായത് വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ വൃത്തപാതയിലൂടെ ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ അത്തരം ചലനമാണ് വർത്തുള ചലനം. എ ഒബ്ജക്ട്സ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് സർക്കുലർ മോഷൻ. ഈ ചിത്രം നിരീക്ഷിക്കൂ. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദി ഫിഗർ. ഇറ്റ് ഷോസ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സർക്കുലർ പാത്ത്. നമ്മൾ പഠിച്ചു, ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സർക്കുലർ പാത്ത് ഈസ് നോൺ ആസ് സർക്കുലർ മോഷൻ. ഇനി നോക്കൂ, സമവേഗത്തിൽ വർത്തുളപാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം മാറുന്നുണ്ടോ? ഡസ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ് അലോങ് എ സർക്കുലർ പാത്ത് ചേഞ്ച്? അവിടെ വെലോസിറ്റി, പ്രവേഗം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഈ പ്രവേഗമാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൗ ഡസ് ദിസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഹാപ്പൻ? നമുക്കറിയാം, ദിശയിലെ മാറ്റം മൂലമാണ്. ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായല്ലോ. വൃത്തപാതയിലൂടെ ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ അത്തരം ചലനമാണ് വർത്തുള ചലനം. എ ഒബ്ജക്ട്സ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് സർക്കുലർ മോഷൻ. ഇനി നോക്കൂ, ഇവിടെ ഒരു കല്ലിങ്ങനെ കറക്കുന്നത് നോക്കൂ. വളരെ സ്പീഡിൽ കറക്കുകയാണെങ്കിലും സാവധാനത്തിൽ കറക്കുകയാണെങ്കിലും ഇവിടെ എന്താണ് അനുഭവപ്പെടുന്നത്? നമ്മുടെ കയ്യിലൊരു ബലം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കല്ലിങ്ങനെ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും അത് കറങ്ങാൻ വേണ്ടി, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ആരാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? നമ്മളാണ്, കൈയാണ്. അപ്പോൾ ഈ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മധ്യഭാഗത്തേക്ക് എന്തനുഭവപ്പെടുന്നുണ്ട്? ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. ആ ബലത്തിനെയാണ് നമ്മൾ അഭികേന്ദ്ര ബലം, സെൻട്രിഫിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കറങ്ങുന്ന സമയത്ത്, ഈ കല്ലിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ വൃത്തപാതയിലേക്ക്, അല്ലെങ്കിൽ ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് എന്തനുഭവപ്പെടുന്നുണ്ട്? ഒരു ആക്സലറേഷൻ അനുഭവപ്പെടുന്നുണ്ട്, ഒരു ത്വരണം അനുഭവപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അന്വാര ത്വരണം, അതായത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരിക്കൽ കൂടി പറയാം. ഇവിടെ വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ത്വരണമുണ്ട്. ഇതാണ് അഭികേന്ദ്ര ത്വരണം, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്തത്, അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. ദ ആക്സലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ സർക്കുലർ മോഷൻ അലോങ് ദി റേഡിയസ് ടുവേഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. നമ്മളവിടെ കല്ല് കയറിൽ കെട്ടി അതിനെ ചുയറ്റുമ്പോൾ, അതായത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ, ആ സ്ട്രിങ്ങിലൂടെ, ആ കയറിലൂടെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ദ ഫോഴ്സസ് ദാറ്റ് ക്രിയേറ്റ്സ് എ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സാണ്, ബലമാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആൻഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആർ ഡയറക്റ്റഡ് ടുവേഡ്സ് ദി സെൻറ്റർ. സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ആക്സലറേഷനും അതിൻ്റെ സെൻറ്ററിലേക്കാണെന്ന് മനസ്സിലായല്ലോ.
ഇനി നോക്കൂ, എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തിൽ ആർ ആരമുള്ള വൃത്തപാതയിൽ വർത്തുള ചലനം നടത്തിയാൽ അവിടെ അഭികേന്ദ്ര ബലം കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് Fc=mv²/r. If an object of mass m performs circular motion along a circular path of radius r with a velocity v, its centripetal force is equal to mv²/r. അപ്പോൾ ഒരു അഭികേന്ദ്ര ബലം, അതായത് സെൻട്രിഫിറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ. mv²/r. ഇവിടെ v പ്രവേഗമാണ്, വസ്തുവിൻ്റെ പ്രവേഗമാണ്. എം കല്ലിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ മാസാണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ആരം. അഭികേന്ദ്ര ബലം അഥവാ സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. വർത്തുളപാതയിൽ അഭികേന്ദ്ര ബലം നഷ്ടമായാൽ വസ്തുവിന് എന്ത് സംഭവിക്കും? നമ്മൾ കല്ല് ചരടിൽ കെട്ടി അത് വർത്തുളപാതയിൽ ചലിപ്പിച്ചു, റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ കല്ല് വർത്തുളപാതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചരട് വിട്ടുനോക്കിയാൽ എന്താണ് സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻസ് ടു ആൻ ഒബ്ജെക്റ്റ് ഇഫ് ഇറ്റ് ലോസസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് വൈൽ ഇൻ സർക്കുലർ മോഷൻ? റിലീസ് ദി സ്ട്രിങ് വെൻ ദി സ്റ്റോൺ ഈസ് മൂവിങ് അലോങ് ദി സർക്കുലർ പാത്ത് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. എന്താണ് ഇവിടെ സംഭവിക്കുക? വൃത്തപാതയിൽ കല്ല് ഏതു ബിന്ദുവിലെത്തുമ്പോഴാണോ നാം കൈവിടുന്നത്, അതായത് റിലീസ് ചെയ്യുന്നത്, ആ ബിന്ദുവിലെ തൊടുവരയിൽ കൂടി കല്ലെന്ത് ചെയ്യും? തെറിച്ച് പോകും. വെൻ വി റിലീസ് ദി സ്റ്റോൺ അറ്റ് എ പെർട്ടിക്കുലർ point in its circular path, the stone will be thrown off along the tangent at that point. അപ്പോൾ കറക്കിക്കൊണ്ടിരിക്കുന്ന കല്ല് നമ്മൾ റിലീസ് ചെയ്താൽ, വിട്ടുകഴിഞ്ഞാൽ അത് ഏത് ദിശയിലാണോ ചലിക്കുന്നത് അതിൻ്റെ ആ പോയിന്റിലൂടെ അതെന്ത് ചെയ്യും? തെറിച്ച് പോകും. നിങ്ങൾ ഹാമർ ത്രോ എറിയുന്നത് കണ്ടിട്ടുണ്ടോ? ഹാമർ ത്രോയിൽ ഹാമർ എറിയും മുമ്പ് വൃത്തപാതയിൽ ചുഴറ്റുന്നത് എന്തിനായിരിക്കും? In hammer throw, before the hammer is let go of, why is it wheeled around along a circular path? ലോങ് ജമ്പിൽ അത്ലറ്റ് ഓടി വന്ന് ചാടുന്നത് പോലെ വർത്തുള ചലനത്തിൽ ഹാമറിന് ആദ്യ ആക്കം ലഭിക്കുന്നതിനും വിട്ടുകഴിഞ്ഞാൽ വൃത്തപാതയിലൂടെ തൊടുവരയിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനുമാണ് ഹാമർ ത്രോയിൽ എറിയുന്നതിന് മുമ്പ് ഹാമർ ചുഴറ്റുന്നത്. ബിക്കോസ് ത്രോ ദിസ് സർക്കുലർ whirling, the hammer get an initial momentum and it go for a long distance through the tangent. അപ്പോൾ ഹാമർ ചുഴറ്റുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ? കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയാണ്. ഇനി നോക്കൂ, അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ജയൻറ്റ് വീലിൻ്റെ ചലനം ശ്രദ്ധിച്ചിട്ടില്ലേ? ചലനം തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും ഒഴികെ മറ്റു സമയങ്ങളിൽ അതിനുള്ളത് സമവേഗമായിരിക്കുമല്ലോ. Haven't you noticed the motion of a giant wheel in an amusement park? Its speed is uniform except when it starts and stops. ഇതുപോലെ തന്നെ പഴയകാല പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിലെ ചലനം ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ഫാൻ കറങ്ങുമ്പോൾ ഒരേ സ്പീഡിലാണ് റെഗുലേറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ചലനവും ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നത് സമവർത്തുള ചലനമാണ്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. ഇഫ് ആൻ ഒബ്ജെക്റ്റ് മൂവിങ് എലോങ് എ സർക്കുലർ പാത്ത് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. വൃത്തപാതയിലൂടെ ഒരു വസ്തു ചലിക്കുമ്പോൾ അതിൻ്റെ സമയവും അതിൻ്റെ ദൂരവും തുല്യമാണെങ്കിൽ അതിനെയാണ് സമവർത്തുള ചലനം, അതായത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്വാര ത്വരണം, അതായത് സെൻട്രിഫിറ്റൽ ആക്സലറേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം എന്നിവ എന്താണെന്ന് മനസ്സിലായല്ലോ. അത് കണ്ടെത്താനുള്ള സൂത്രവാക്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആക്ക സംരക്ഷണ നിയമം, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, വർത്തുള ചലനം
അതായത് സർക്കുലാർ മോഷൻ, അന്വാര ത്വരണം അതായത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, അഭികേന്ദ്ര ബലം അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സ്, പിന്നെ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഈ ആശയങ്ങൾ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ആശയങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ആവർത്തിച്ച് കാണുക. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അവിടെയുള്ള ആശയങ്ങൾ എഴുതി വെക്കുക. തുടരെ നിങ്ങൾ പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസുകൾ, മോഡൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ഉന്നത വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.